നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നല്ല രീതിയിലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. കഴിഞ്ഞ 2023 മുമ്പേ തൊട്ട് പ്രാക്ടീസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. എന്നെ കഴിഞ്ഞ ദിവസമായിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിട്ട് 48 പേര് എന്നെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് വിളിച്ചിട്ടുണ്ട്. അതിൽ മെജോറിറ്റി ആളുകൾക്കും ട്രേഡിങ് അറിയത്തില്ല. അപ്പോൾ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ ബേസിക് എൻ്റെ ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രേഡിംഗ് പഠിക്കാനായിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് കോഴ്സിനൊന്നും പോവാതെ യൂട്യൂബിലെ വീഡിയോസ് കണ്ട് ട്രേഡിംഗ് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബിലെ വീഡിയോ കൊണ്ട് ട്രേഡിംഗ് പഠിക്കാം. ഒരുപാട് പഠിച്ച് തലയിൽ കയറ്റി വെക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ട്രേഡ് ചെയ്തുകൂടാ? ഒരുപാട് ടെക്നിക്കൽ വേർഡുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും ഫോക്കസ് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. ഞാൻ ന്യൂസ് പോലും നോക്കാറില്ല, എന്നറിയാമോ? അത് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ മാറി ചിന്തിക്കണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് പറ്റത്തുള്ളൂ. റിസ്ക് എടുക്കണം. കംഫർട്ട് സോണിന് പുറത്ത് വന്നാൽ മാത്രമാണ് എന്തെങ്കിലും മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവത്തുള്ളൂ. ഒരു സേഫ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളാണ് റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തത്. കൊടുക്കണം. നമുക്ക് ലോസ് വരും. ലോസ് കണ്ട് മാർക്കറ്റിന് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തിട്ടേ നമുക്ക് തിരിച്ച് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് നീണ്ട ഒരു യാത്ര, 1 വർഷം, 1.5 വർഷം, 2 വർഷം, ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും IQ ലെവലിനും ബേസ് ചെയ്തിട്ടിരിക്കും മുമ്പോട്ടുള്ള യാത്ര എത്ര പെട്ടെന്ന് ഒരു ട്രേഡർ ആവണമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടുപിടിക്കും. മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷനും അതേപോലെ പ്രൈസ് ആക്ഷനുമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ആണെങ്കിലും മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട്ട് എനിക്ക് അറിയത്തുമില്ല. ഞാനത് ഫോക്കസ് ചെയ്യാൻ പോയിട്ടുമില്ല. മാർക്കറ്റ് പ്രൊഫൈലും ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ, അതായത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഞാൻ എൻട്രി, എക്സിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു ചാർട്ട് പഠിച്ചാൽ ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും, നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഏരിയ എവിടെയാണ്, ഓരോ എൻട്രിയിലും എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്നൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബോട്ടം സൈഡിലൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നും കൂടെ പറയുന്നു, ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മെജോറിറ്റി പഠിപ്പിക്കുന്നത്. എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ മിക്കവരും ഈ ചാർട്ടിന് വേണ്ടിയിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന വ്യക്തിയല്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട്, ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു ചാർട്ടുണ്ട്. അതിലൊരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല 3-4 കമ്പനിയുടെ ചാർട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് മറ്റുള്ളവർക്ക് എൻട്രി, എക്സിറ്റിന് ഗുണകരമാകും, അല്ലെങ്കിൽ നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് ഈ ഒരു ചാർട്ട് നല്ല രീതിയിൽ വർത്താവും എന്ന് തോന്നലുള്ളവർ ചാർട്ട് പഠിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ സമയം 9:04 ആയിട്ടുണ്ട്. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യൂ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക, നേരിട്ട് വിളിക്കുക, ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ എന്താ പറയണ്ടേ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡൗണ്, അപ്പ്, ഡൗണ്,
ഇതാണ് മാർക്കറ്റിൽ നടന്നത്. അപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് താഴത്തോട്ടും മേളിലോട്ടും ഡൗണും കിട്ടും. പക്ഷേ ഇത് വെച്ചിട്ട് ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഒരു ഹയർ ടൈം ഫ്രെയിം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇനി ഒരിക്കലും സ്വിംഗ് ട്രേഡിംഗ് ഒന്നും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്. ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ച് നോക്കിയേ, ഇത് അതായത് ഇപ്പോൾ ഒരു വർഷമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്വിംഗ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തെടുത്തു, 4 മാസം താഴത്ത് പോയി, 4 മാസം പൊക്കത്ത് പോയി, 4 മാസം താഴെ വന്നു. പക്ഷേ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ പോലും മാർക്കറ്റിൻ്റെ ഒരു ഡൈവർജൻസ് മനസ്സിലാക്കി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 4 8 4 12 മാസം ഫോക്കസ് ചെയ്യുന്നു. ഇതിപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. ബട്ട് ഇതൊരു 1 ഡേയോ 1 വീക്കോ അങ്ങനെയായിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും പ്രശ്നങ്ങളില്ല. നമുക്ക് താഴത്തോട്ടും മേളിലോട്ടും താഴത്തോട്ടും ഉള്ളതൊക്കെ ഈസി ആയിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, സ്വിംഗ് ട്രേഡിങ്ങിൽ അപ്പറിലേക്ക് ബുക്ക് ചെയ്യുക, പിന്നെ ലോവറിലേക്ക് സെല്ല് ചെയ്യുക. ഓപ്ഷൻ, സ്റ്റോക്ക് ഓപ്ഷൻ. ഇപ്പോൾ റിലയൻസ് അപ്പർ സൈഡിലേക്ക് സ്റ്റോക്കിന് മാത്രമാണ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ താഴത്തോട്ട് പോകണ കാണുമ്പോൾ ആ സ്വിംഗ് ട്രേഡ് വെറുതെ ഹോൾഡ് ചെയ്ത് വെക്കണമെന്നില്ല. അത് ഫ്യൂച്ചർ എടുക്കാം, റിലയൻസിൻ്റെ ഫ്യൂച്ചർ എടുത്തിട്ട് താഴത്തോട്ട് എടുക്കാം, അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഓപ്ഷൻസ് എടുത്തിട്ട് താഴത്തോട്ട് ഹോൾഡ് ചെയ്യാം, മന്ത്ലി ഓപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡർ ആണെന്നും പറഞ്ഞിട്ട് 12 മാസവും ഹോൾഡ് ചെയ്ത്, അല്ല ലോങ് ടൈമിൽ 12 മാസം ഹോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിൽ 3 ആഴ്ച ഹോൾഡ് ചെയ്ത് ഒന്നും കിട്ടാത്തതിന് നല്ലതാണ്. ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത സ്വിംഗ് ട്രേഡേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. 2 ടൈപ്പ് സ്വിംഗ് ട്രേഡേഴ്സ്. ഒന്ന് 3 ആഴ്ച 4 ആഴ്ച ഹോൾഡ് ചെയ്യുന്ന സ്വിംഗ് ട്രേഡേഴ്സ്, അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ ഡേയും ഫോക്കസ് ചെയ്യുന്ന സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. മാർക്കറ്റ് ഏകദേശം പ്ലസ്, ഒരു ന്യൂട്രലായിട്ട് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പ്ലസ്, ചെറിയൊരു പ്ലസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 24,430 മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ നിൽക്കുന്നത്. ഈ മൂവ്മെൻറ്റ് 24,460 മുകളിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ ഇതിന്, അതായത് 24,460 മുകളിൽ ക്ലോസ് ചെയ്യുക. 24,460 മുകളിൽ ക്ലോസ് ചെയ്ത് 24,470 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന എൻ്റെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,505, 24,495, 505. ഈ 2 ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 ലെവലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതുക്കും മേലോട്ട് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല്, അപ്രോക്സിമേറ്റ് ലെവല് 24,533 ആയിരിക്കും. അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് 24,550. അതുവരെയൊക്കെ മതിയാകുള്ളൂ. മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള വകുപ്പൊക്കെ ഈ സ്പേസിൽ കിടപ്പുണ്ട്. ഇൻ കേസ് മാർക്കറ്റ് താഴത്തോട്ടാണ് കണ്ടിന്യൂ ചെയ്ത് പോരുന്നത്, അതായത് ചെറിയൊരു ഗ്യാപ്പ് അപ്പിന് ശേഷം ബേസ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24,409. അതിന് താഴത്തോട്ട് മാർക്കറ്റ് ഇപ്പോൾ 30 മിനിറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 24,409 താഴത്തോട്ട് മാർക്കറ്റ് ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. അതിലിവിടെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൺസോളിഡേഷൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു കൺസോളിഡേഷൻ തന്നെ നിൽക്കുന്ന ലെവലിൽ കൺസോളിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പ്രയോറിറ്റി സ്കാൽപ്പിങ്ങിനാണ്. 5 പോയിന്റ്, 10 പോയിന്റ്, 15 പോയിന്റ് അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻസ് വരുമ്പോൾ സ്കാൽപ്പ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ ലോട്ട് കൂട്ടിക്കൊണ്ട് 7 പോയിന്റ് 10 പോയിന്റ് സ്കാൽപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു വോളിയം ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ അതിൽ മെജോറിറ്റി പോർഷൻ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 320 ഭാഗം വരെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. എല്ലാം അപ്രോക്സിമേറ്റ് ലെവലാണ്, പക്ക ലെവലാണെന്ന് വിചാരിക്കരുത്. 15 മിനിറ്റ്സിൻ്റെ ആണ് നോക്കുന്നത്, ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്, തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. അപ്പോൾ
അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലൈൻ 318 320 അതിൻ്റെ ലെവല്. ആ ലെവലും കൂടെ ഒന്ന് വരച്ച് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയണ്ടേ ഡൗണിലേക്കുള്ള ലെവലുകളായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ധൃതി ഒന്നും പിടിക്കുന്നില്ല. കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് ചാടി കയറി ധൃതി ഒന്നും ഞാൻ പിടിച്ചിട്ട് ട്രേഡ് ഒന്നും എടുക്കുന്നില്ല. മാക്സിമം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ട്രേഡുകളൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നുള്ളൂ. അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ബാക്കി ഹൈ വോളിയം വന്നാൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. നേരെ സ്ട്രൈക്കിലേക്ക് പോവുകയാണെങ്കിൽ സിയുടെ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് RSI 2 തവണ കയറിയിട്ട് പലതവണ ഇവിടെ റീകർവ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു RSI അടുത്ത ക്രോസ് ഓവർ കിട്ടി മാർക്കറ്റ് 210 മുകളിൽ 200 മേളിൽ ക്ലോസ് ചെയ്ത് 210 മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം SMA എന്ന് പറഞ്ഞ ഒരു തടസ്സമുണ്ട്. അത് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് 235 210 മുകളിലോട്ട് 234, പിന്നെ ഉള്ളത് 269, 306, 327, 354. പിയുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 195 മുകളിൽ സ്റ്റേ ചെയ്ത് ഈ ഒരു നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ഓൾമോസ്റ്റ് 210 ബ്രേക്ക് ചെയ്താൽ 13 21 ഭാഗത്തേക്ക് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യും. അതിന് മുകളിലോട്ടുള്ള മൂവ് ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ലെവലുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി മുകളിലോട്ടുള്ള സ്കാൽപ്പിംഗ് ആണോ ഹോൾഡിംഗ് ആണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ. മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പിയുടേത് 170, സിയുടേത് 182. ഇതാണ് എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ്. അതിന് താഴത്തോട്ട് അവിടുത്തെ ക്യാൻഡലിൻ്റെ ക്ലോസിങ് അതൊക്കെ വെച്ച് അല്ലെങ്കിൽ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡലിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യും. അല്ലാതെ അതിന് താഴത്തോട്ട് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടികളൊന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല. ഇതൊക്കെയാണ് മെജോറിറ്റി എൻ്റെ പ്ലാനായിട്ട് പ്ലാൻ എ ആയിട്ട് കാണുന്നത്. ബാക്കി പ്ലാൻ ബി ലൈവ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അതനുസരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്യും. എനിവേ വെയിറ്റ് ചെയ്യുന്നു മാർക്കറ്റ് ഓപ്പൺ ആകാൻ. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. 12/8/2025 ചൊവ്വാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത്. അതിനോടൊപ്പം പറയട്ടെ, തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ നിലവിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നോക്കുന്നത്. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നമ്പർ അല്ല ലിങ്ക് ഞാൻ നേരിട്ട് വിളിച്ചാൽ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം RSIയിൽ റീക്രോസ് ഓവറൊക്കെ വന്നു, താഴത്ത് പോയി വീണ്ടും അടുത്ത റീക്രോസ് ഓവർ ഉണ്ടായി. ആ റീക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുന്നത് വരെ ഹോൾഡ് ചെയ്താൽ മാക്സിമം നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ആവും. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഫുൾ ടൈം ഞാൻ മാർക്കറ്റിൽ ഇരുന്നതുകൊണ്ട് ഈ ഒരാഴ്ച ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് മാറുക എന്നുള്ളൊരു രീതിയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് മുമ്പുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ പറയണ്ടേ, കിട്ടും, ഇവിടം വരെയൊക്കെ കിട്ടും. അപ്പോൾ ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രാവിലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് എടുത്ത് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ലഭിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം ലെവൽസുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവൽസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ വ്യൂവിൽ പറഞ്ഞ പോലെ റെക്ടാങ്കിൾ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ ഞാൻ 24,303, റെക്ടാങ്കിൾ ബോക്സിന് പൊക്കത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ പ്രതീക്ഷിച്ച ലെവൽ 24,600 ആ ഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് കൺസോൾട്ടേഷനായിട്ട് വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് എന്താണ്, ഏത് ലെവലിലേക്കാണ് മാർക്കറ്റ് പോകാനായിട്ടുള്ള ആ പോസിബിലിറ്റി ഉള്ളതെന്നാണ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ലെവല് ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുന്ന ലെവല് 24,614 മാർക്കറ്റ് നിൽക്കുന്നത്. RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ബട്ട് ഇത് ഗ്രീനിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നാളത്തെ എൻ്റെ പ്ലാൻ 24,630 എന്നുള്ള ഒരു റേഞ്ച് ഉണ്ട്. അതേപോലെ 24,585 എന്നുള്ള ഒരു റേഞ്ചും ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് 24,630നെയും 24,585നെയും ബേസ് ചെയ്തിട്ടാണ് ഒരു റെക്ടാങ്കിൾ ബോക്സ് ഞാൻ
വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് SMA ബ്രേക്ക് ചെയ്ത് പോയി. വീണ്ടും SMA ഒരു പിൻബാർ സപ്പോർട്ട് എടുത്തു. വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി മേളിലോട്ട് പോയി. ഇനി നാളെ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ ബ്ലൂ പ്രിൻറ്റും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആയാൽ മാത്രമാണ് ഞാൻ ഇന്നത്തെ വ്യൂ നാളെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂവും കൂടെ ഞാൻ പ്ലാൻ ചെയ്യത്തുള്ളൂ. അതാണ് നിങ്ങൾ ലൈവിൽ ആദ്യം കാണുന്ന വീഡിയോ അപ്ഡേറ്റഡ് ലൈവ് വീഡിയോ ആണ്. അപ്ഡേറ്റഡ് വ്യൂ ഷെയറിംഗ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് മാർക്കറ്റ് നിൽക്കുന്നത് 24,614 അപ്പോൾ നാളെ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഈ SMA സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇവിടെ നല്ല മഴയാണ്, അപ്പോൾ സൗണ്ടിനൊരു ഇത്തിരി ബുദ്ധിമുട്ട് കാണും. എനിവേ, അപ്പോൾ നാളെ മാർക്കറ്റ് SMA സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോകുമോ അതോ താഴത്തോട്ടാണോ എന്നുള്ളത് ഈ SMA ടാലി ആവുന്നതിനെ ബേസ് ചെയ്തേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ്, അതായത് 24,587 എന്നുള്ള ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരികയും വേണം. SMA കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം കേട്ടോ. കാരണം ഇവിടെ SMA ഒരു റീകർവ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ആ ലെവലിൽ തന്നെ SMA ഒരു റീകർവ് ഇതിനോട് ടാലി ആയിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ആ മടക്കിനോടനുബന്ധിച്ച് ഉണ്ടാവുമോ എന്നുള്ളതാണ് നാളത്തെ പ്രാധാന്യം. അപ്പോൾ മാർക്കറ്റ് 24,600 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ SMA കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഞാൻ വീണ്ടും 24,532 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യത്തുള്ളൂ. അതിനും താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ 24,500, 24,517 ഒക്കെ കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അവിടെ വരുമ്പോൾ ഞാനൊന്ന് അലർട്ടാവും. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലാണ് 24,465 ഭാഗത്തേക്ക് ഞാൻ ഫോക്കസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി മാർക്കറ്റ് ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ്, അതായത് അപ്പർ സൈഡിലുള്ള ഒരു മൂവ്മെൻറ്റ് ലെവലെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ 24,632 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവല് 24,665 ആണ്. ഈ മാർക്കറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റുമെന്നേ, ഞാനത് അവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഇവിടം വരെ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അത് ലൈവിൽ നമ്മൾ മാനസികമായിട്ട് അതിനെ കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിലൊരു കോൺസെൻട്രേഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ ഹൈ റൈഡിലേക്കൊന്നും പോകുന്നില്ല. കാരണം എന്താ പറയണ്ട, സിംഗിൾ ലോട്ടിൽ ഇവിടം വരെ എടുക്കുന്നത് ഈ ഭാഗത്തുനിന്ന് ഈ ഒരു വൈറ്റ് ലൈനിലേക്കുള്ള ദൂരം 4, 3, 7, 14 ലോട്ടൊക്കെ ആയിട്ട് ആവറേജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ 3 ലോട്ടിൽ എടുത്താൽ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് ഇവിടം വരെ കിട്ടും. പിന്നെ വേണമെങ്കിൽ 3 ലോട്ടിൽ 2 എണ്ണം കൊടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇവിടം വരെ എത്തുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങളതൊന്നും വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ട്രേഡർക്ക് ഞാൻ പറയുന്നതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന്, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നതെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ തുടക്കക്കാർക്കോ ലോസ് വന്ന ആളുകൾക്കോ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ ശീലിച്ച ആളുകൾക്കോ ചിലപ്പോൾ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളണമെന്നില്ല. അതായത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 വർഷം 2.5 വർഷമൊക്കെ കഴിഞ്ഞൊരു ട്രേഡർ ഇത്രയും റൈഡൊക്കെ അപൂർവമായിട്ടൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുത്ത് ഒരു കൃത്യസമയത്ത് ഡിസിപ്ലിൻ പാലിച്ച് ഒരു ട്രേഡിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ കണ്ടത് മുഴുവൻ എടുക്കാം എന്നുള്ളൊരു ഗ്രീഡി ആയിട്ടുള്ളൊരു മൈൻഡിലേക്കൊന്നും ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സിന്, എന്ന് വെച്ചാൽ ഞാൻ പ്രൊഫഷണൽ ആണെന്നല്ല, പ്രൊഫഷണലായിട്ട് ട്രേഡിനെ സമീപിക്കുന്ന ഒരാളും അത്ര നേരമൊന്നും ഇരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ലോട്ട് കൂട്ടുക, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുത്തിട്ട് അവരുടേതായിട്ടുള്ള അനദർ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് മെജോറിറ്റി സക്സസ് ആയിട്ടുള്ള ട്രേഡറാ. നിങ്ങൾ പേഴ്സണലായിട്ട് അവരോട് ചോദിച്ചാൽ നിങ്ങളോട് പറയും, ഞാൻ ചിലപ്പോൾ 10 ലോട്ടിൽ 10 പോയിൻ്റ്, അല്ലെങ്കിൽ 5 ലോട്ടിൽ ഒരു 20-21 പോയിൻ്റ്, അല്ലെങ്കിൽ ഡെയിലി ഒരു 5,000 രൂപ കിട്ടുമ്പോൾ ഇറങ്ങും, അല്ലെങ്കിൽ 2,500 രൂപ കിട്ടുമ്പോൾ ഇറങ്ങും എന്നുള്ളതല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള മാനസിക സ്ഥിതിയൊന്നും വരില്ല. അത് നിങ്ങൾ ഈ കാണുന്ന തുടക്കക്കാർ ആ വീഡിയോ കാണുന്നവർ കൺസിസ്റ്റൻ്റ് ഒരു പ്രോഫിറ്റിലേക്ക് എത്തുമ്പോൾ ഞാനീ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ ലൈവിലുള്ള ട്രേഡേഴ്സ് ആണെങ്കിലും കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് അവർ തന്നെ പറയും, മനേഷേ ഞാൻ നിർത്തി, അല്ലെങ്കിൽ സുഹൃത്തെ, അല്ലെങ്കിൽ ചേട്ടാ, അല്ലെങ്കിൽ സാറേ,
അല്ലെങ്കിൽ ബ്രോ ഞാൻ നിർത്തുകയാണ്, ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ഇപ്പം നിർബന്ധിച്ചാൽ പോലും എൻ്റെ കൂടെ ലൈവിലുള്ള ആൾക്കാർ ഇത്രയും വരെയൊന്നും ഇരിക്കുകയില്ല. കാരണം അവർ നേരത്തേക്ക് ഇരുന്ന് ഒരുപാട് ലോസും ഓവർ ട്രേഡ് റിവഞ്ചൊക്കെ ട്രേഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ എൻ്റെ ലൈവിലുള്ള ആളുകൾ പറയും, ഞാൻ എടുത്തിട്ടുണ്ട് സാറേ, ഞാൻ പോവുകയാണ്, എനിക്ക് കിട്ടാനുള്ള കിട്ടി. അവരെടുക്കുന്നതോ വിൽക്കുന്നതോ ഒന്നും ഞാൻ അറിയത്തുമില്ല. അവർ പ്രോഫിറ്റ് ആകുമ്പോഴാണ് എന്നോട് പറയുന്നത്. അല്ലാതെ ഞാൻ ഒരാളോട് എടുക്കാനും വിൽക്കാനും പറഞ്ഞിട്ടുമില്ല. ഞാൻ എൻ്റെ പ്ലാനിങ് ഷെയർ ചെയ്യുന്നു, അത് മറ്റുള്ളവർ മനസ്സിലാക്കി എടുക്കുന്നു, അവരവരുടെ പ്രോഫിറ്റ് എടുത്ത് ഡിസിപ്ലിനായിട്ട് പോകുന്നു, അവരതിൽ ഹാപ്പിയാണ്. പിന്നെ ഇത്രയൊക്കെ എടുക്കാൻ പറ്റും. അത് കൂടെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് അത്രയും വരെയൊക്കെ കൊണ്ടുപോകാന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു റെഡും ഇപ്പം കാണുമ്പോൾ കാഴ്ചയിൽ ശരി, ഞാൻ എടുത്ത ഒരു ലെവലുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും, ലൈവ് വീഡിയോയിലുണ്ട്. ആ ലെവലിൽ നിന്ന് ഇത്രയും വരെ കൊണ്ടുപോകുമ്പോൾ കാഴ്ചയിൽ കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ, വീണ്ടും ഈ ഒരു റെഡ് ക്യാൻഡിലൊക്കെ വരുമ്പോഴത്തേക്കും ലൈവ് മാർക്കറ്റിൽ ആ സമയത്ത് ഈ ഒരു പിൻബാറൊക്കെ വന്ന് SMA സപ്പോർട്ട് എടുക്കുമ്പോൾ കിട്ടിയ പ്രോഫിറ്റും കൊണ്ട് ആൾക്കാർ ജീവനും കൊണ്ട് ഓടാന്നുള്ളതല്ലാതെ ഇത്രയും വരെയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള അതേപോലെ മനക്കരുത്ത് വേണം. എനിക്ക് സാധിക്കും കേട്ടോ, ഞാനത് പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. ഒരു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാനത് പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ആ രീതിയിലുള്ള മൈൻഡ് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാലാണ് ഒരുമിച്ച് അത്രയൊക്കെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ അത്രയൊന്നും പോകാറില്ല എന്നുള്ളത് വാസ്തവം. അപ്പോൾ മാർക്കറ്റിന് ശേഷം നിങ്ങൾക്ക് പറയാം, ഞാനത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ അവിടം വരെ കിട്ടിയാണ്. ലൈവ് മാർക്കറ്റിൽ ഈ മൂവ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ BP കൂടും, നിങ്ങൾക്ക് തലകറക്കം വരും, പേടിയാവും. അതൊക്കെ പറയാൻ മാത്രമേ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലെവൽസുകൾ ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ഞാൻ കാണിക്കാം ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഒരു 50 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിൽ പോലും ലോട്ട് കൂട്ടി നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം PNL കാണിക്കുന്ന പരിപാടിയൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട്. ലെവൽസുകൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എത്ര ലോട്ടാണോ എന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. ഈ ഒരാഴ്ചയ്ക്ക് ശേഷം ഏറ്റവും അടുത്ത ഒരു സാഹചര്യത്തിൽ ഒരു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ അല്ലെങ്കിൽ ക്രോസ് ഓവർ താഴത്തോട്ട് മുട്ടുമ്പോഴുള്ള അവസ്ഥ എത്ര വരെയൊക്കെ എടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ റീസെൻ്റ്ലി കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങളത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഞാൻ മാക്സിമം കാണിക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളെൻ്റെ 370 ലൈവ് വീഡിയോ പ്രീവിയസ് ആയിട്ടുള്ള യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് തിരഞ്ഞു പിടിച്ച് പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ 1 മണിക്കൂറല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പീക്ക് ലെവൽ 350 പോയിൻറ്റ്സ് ഒക്കെ റൈഡ് ചെയ്തതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. ഓക്കെ, അത് ഈ തുടക്കക്കാർക്ക് ചിലപ്പോൾ ആ വീഡിയോ ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. 2.5 വർഷമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഞാൻ അന്ന് എന്തായിരുന്നു ഇന്ന് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ 2.5 വർഷം മുമ്പുള്ള വീഡിയോ കാണുക, ശേഷം ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണുക, ശേഷം ഒരു 6 മാസം, അതായത് 3 വർഷത്തിൻ്റെ ഇടയിൽ 6 മാസം ഗ്യാപ്പിട്ട് 18 വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ അന്ന് എന്തായിരുന്നു ഇന്ന് എന്താണെന്നുള്ള കാര്യങ്ങൾ. എനിക്കത് അഹങ്കാരമായിട്ട് എനിക്ക് മെഡലായിട്ട് തോളത്ത് തൂക്കാനല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഒരു ട്രേഡ് പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിഞ്ഞൊരു വ്യക്തിക്ക് എന്ത് സ്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ടായതെന്നുള്ളത് ആ 18 വീഡിയോ 6 മാസം ഗ്യാപ്പിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ട്രേഡർ ഉടലെടുക്കുന്നതെന്നുള്ളത്, ജന്മം കൊള്ളുന്നതെന്നുള്ളത് മനസ്സിലാവും. ഒരു ട്രേഡറെ സംബന്ധിച്ച് ഞാനും ഇപ്പോൾ ഒരു ശൈശവ കാലഘട്ടത്തിലാണ്. ഏതൊരു ബിസിനസ്സാണെങ്കിലും ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഏതൊരു ഫീൽഡാണെങ്കിലും ശൈശവദശ എന്ന് പറയുന്നത് 5 ഇയറാണ്. ആ 5 ഇയർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു സ്കില്ല് ഡെവലപ്മെൻറ്റ് കൊണ്ട് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്, നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ട്രേഡിംഗ് ഉണ്ടാക്കി ഇമ്പാക്റ്റ് എന്താണെന്ന് 5 വർഷം കഴിഞ്ഞിട്ട് ദൈവാനുഗ്രഹം ആയുസ്സോടുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ 24,632 മുകളിലോട്ട് മൂവ് ചെയ്താൽ 24,665 വരേക്കും, അതിന് മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ അടുത്ത എൻ്റെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് 24,710 അതുക്കും മേലെ ഹൈ വോളിയം മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്താൽ 24,772 വരേക്കും മാർക്കറ്റ് മൂവ് ചെയ്യാം. മാർക്കറ്റ് ഇത്രയും വരെ മൂവ് ചെയ്തതല്ലേ, നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തതല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇനിയും താഴത്തോട്ട് വരുമായിരിക്കും. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു, ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയി. എങ്ങനെയാണ് ആ സ്ട്രക്ചർ ഫോം ചെയ്തതെന്നൊന്ന് നോക്കിയേ. ഇങ്ങനെ താഴത്തോട്ട് വന്നു, ഡൗൺ ആയി, ആ വന്ന അതേ റൂട്ട് പോലെയാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയത്. അങ്ങനെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് 24,710 വരെ വരേണ്ടതാണ് കേട്ടോ. എനിവേ അതൊരു ചാർട്ട്, ഒരു ആർട്ടാണ്. ആ ആർട്ട് ഓഫ് ട്രേഡിങ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു കലാകാരനെ വാർത്തെടുക്കാൻ
ശ്രമിക്കുക. ചാർട്ട് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലെ കവി എന്താണ് കലാകാരൻ ഉണരട്ടെ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലെവൽസുകൾ ഈ ഒരു റെക്ടാങ്കിൾ ബോക്സിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 24,665, 24,710, 24,774. ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് 24,585 താഴത്തോട്ട് വന്നാൽ 24,533. അതിന് മുമ്പ് SMAയുടെ തടസ്സം ബ്രേക്ക് ചെയ്ത് 24,555 താഴത്തോട്ട് വന്നാൽ മാത്രമേ 24,533, 517, 502, ഫൈനലി 24,465. ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ. ഇനി സ്ട്രൈക്കിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിയിൽ 24,400, 24,500, 24,600. പിയിലേക്കാണെങ്കിൽ 24,600, 24,700, 24,800 ആ ലെവലിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഇപ്പോൾ കൂടുന്നുണ്ട്, വ്യൂസ് കൂടുന്നുണ്ട്, വളരെ സന്തോഷം കേട്ടോ. പണ്ട് 50 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ 250, 300 റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട്. എനിവേ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എൻ്റെ കോഴ്സ് ഞാൻ ഈ ചാർട്ട് റീഡിങ്ങിൻ്റെ കോഴ്സാണ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ ചാർട്ട് റീഡിങ് നിങ്ങൾ പഠിക്കണ്ട. പഠിച്ചില്ലെങ്കിലും നിങ്ങൾ വെറുതെ എല്ലാ ദിവസവും എൻ്റെ ലൈവ് വീഡിയോയും എൻ്റെ വ്യൂ വീഡിയോയും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ ഈ ലെവൽസുകൾ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. നിങ്ങൾക്ക് 6 മാസം കൊണ്ടൊരു പ്രോ ട്രേഡർ ആവാൻ പറ്റും. എന്നിട്ട് ഈ ചാർട്ടിൻ്റെ ലെവൽസുകൾ ഇതേപോലെ സ്ട്രാറ്റജി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. അല്ലാതെ ഇന്നൊരു വീഡിയോ കണ്ടിട്ട് നാളെ നിങ്ങൾ പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ വിളിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. കാരണം വീഡിയോ എൻ്റെ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. 10 പേർക്ക് അതുകൊണ്ട് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ എനിക്ക് പല രീതിയിലായിട്ട് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട്. നമ്മൾ ഇപ്പോൾ എന്താ പറയണ്ടേ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങ നമുക്ക് തെങ്ങയെന്ന് പറിക്കുമ്പോൾ തേങ്ങയായിട്ട് തന്നെ കിട്ടണമെന്നില്ലല്ലോ. അതിൽ നിന്നും വെളിച്ചെണ്ണ കിട്ടാം ഇല്ലേ, നല്ല ഉദാഹരണമല്ലേ. അല്ലെങ്കിൽ ഒരു പാലിൽ നിന്ന് നമുക്ക് വെണ്ണ കിട്ടുന്നുണ്ട്, തൈര് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു വ്യൂ പറയുന്നു, ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. എൻ്റെ സ്കില്ല് ഡെവലപ്പുമാണ്. അതേപോലെ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു നല്ല കാര്യങ്ങൾ കൊണ്ട് വേറെ പല രീതിയിലും എൻ്റെ ലൈഫിൽ എനിക്കത് ഇമ്പാക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് കുറ്റബോധം, നഷ്ടബോധമോ നിങ്ങളാരും പഠിക്കാൻ പറഞ്ഞോന്ന് എനിക്ക് യാതൊരുവിധ നിർബന്ധവും ഞാനിവിടെ പറയുന്നില്ല. കൺസിസ്റ്റൻ്റായിട്ട് നേരിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പഠിക്കാനായിട്ട് വരിക. എനിവേ എല്ലാവർക്കും ഞാൻ കൂടുതൽ കത്തി വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ കോൺഫിഡൻ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ ലൈവ് വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രമാത്രം കോൺഫിഡൻ്റ് ആണ്. പണ്ടത്തെ എൻ്റെ കോൺഫിഡൻറ്റ് ലെവലും ഇപ്പോഴത്തെ എൻ്റെ കോൺഫിഡൻറ്റ് ലെവലും എന്താണ്, എൻ്റെ കൂടെ ഉള്ളവർക്ക് അത് എത്രമാത്രം പകർന്നു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ഇന്നത്തെ ലൈവ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനിവ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ, നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ
അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.